പൂഞ്ഞാറിലെ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ അതിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്. അപ്പം എന്താണെങ്കിലും 10-50 കുറയാത്ത കുട്ടികൾ പള്ളിയിൽ അവരുടെ പ്രാർത്ഥന പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ പുറത്ത് റീൽസ് എടുക്കാനാണോ അതോ ഇനി അവരുടെ +2 കഴിഞ്ഞ ആഘോഷമാണോ എന്നറിയില്ല, എന്താണെങ്കിലും കാറും ബൈക്കും ഒക്കെ വെച്ച് ഒച്ചപ്പാടും ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പള്ളിയിൽ നിന്ന് അച്ഛൻ പുറത്ത് വന്നിട്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് അച്ഛനെ ഇടിച്ചിട്ടിട്ട് പോയി. ഇതാണ് കേസ് പൂഞ്ഞാർ. ഇത് 1-2 ദിവസമായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഗതി ആയതുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് നോക്കും. കാരണം 2 എക്സ്ട്രീം എൻഡുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, എന്താണെങ്കിലും ഞാനിവിടെ ഫസ്റ്റ് ഒരു സാറ്റലൈറ്റ് ചാനൽ 24/7 ന്യൂസ് ചാനലിൽ വന്നൊരു ക്ലിപ്പ് ആദ്യം വെക്കാം. കോട്ടയം പൂഞ്ഞാറിൽ പള്ളി ഗ്രൗണ്ടിൽ കാറും ബൈക്കുമായി എത്തി യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനം തടയാനെത്തിയ വൈദികനെ ബൈക്ക് ഇടിപ്പിച്ചെന്ന് പരാതി. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിലാണ് പരിക്കേറ്റത്. വൈദികനെ ചെറുപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതിനാൽ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ട് ഗേറ്റ് അടയ്ക്കാൻ നോക്കിയ വൈദികനെ എതിർക്കുകയും ബൈക്ക് കൊണ്ട് ഇടിപ്പിച്ചെന്നുമാണ് പരാതി. അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. വൈദികന്റെ മൊഴി ഈരാറ്റുപേട്ട പോലീസ് രേഖപ്പെടുത്തി. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഈ പൂഞ്ഞാർ ഈരാറ്റുപേട്ട ചെറിയൊരു ഇഷ്യൂ, ചെറുതല്ല, കുറച്ചധികം വലിയ ഇഷ്യൂസ് കുറച്ചധികം കാലമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽറ്റിൽ നിന്ന് വരുന്നത് ഇങ്ങനത്തെ തംബ്നെയിലും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെയാണ്. ജിഹാദികളുടെ ആക്രമണത്തിന് ഇരയായ ഫാദർ ജോസഫ് ആറ്റുചാലിനെ പാലാ പിതാവ് ആശുപത്രിയിലെത്തി സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ വേറൊന്ന്, കേരളം താലിബാനോ ഇസ്ലാമിക തീവ്രവാദികൾ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പൂഞ്ഞാർ പള്ളിയിൽ പോലീസിൻ്റെ തെളിവെടുപ്പ്. ഓക്കെ, അപ്പോൾ അത് ജിഹാദികൾ പിന്നെ താലിബാനോ ഈ രീതിയിലുള്ള പോസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഓബ്വിയസ്ലി കാസ ഒക്കെ ആകുമ്പോൾ പിന്നെ അത് ആ രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ അവിടെ വളരെ ഞാൻ സസ്പീഷ്യസ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെരി വാണ്ടഡ്ലി ഇപ്പോൾ ഓക്കെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേര് പറയുന്നതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. 27 പേര് അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. 50-ൽ പരം എന്താ പറയുക അവിടെ ഗ്രൗണ്ടിൽ ആളുകളുണ്ടായിരുന്നു, കുട്ടികൾ. അവർ +2 കഴിഞ്ഞ് അവർ റീൽസ് എടുക്കാൻ വേണ്ടി പള്ളി ഗ്രൗണ്ടിൽ കയറി വണ്ടി വെച്ച് അഭ്യാസം കാണിച്ചു എന്നുള്ള വേറൊരു വശം ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛൻ അവിടുന്ന് പോകാൻ പറഞ്ഞപ്പോൾ ബൈക്കിൻ്റെ ഹാൻഡിൽ കെട്ടി അച്ഛൻ വീണു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഓബ്വിയസ്ലി പള്ളിയാകുമ്പോൾ CCTVയും കാര്യങ്ങളും കാണും, പോലീസുകാരത് എടുത്തിട്ടുണ്ടാകും. CCTV വിഷ്വൽസ് നിങ്ങളതിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ പേഴ്സണലി അതൊരു ഉപകാരമാവും. കാണുന്ന ആരെങ്കിലും പ്രേക്ഷകരാരെങ്കിലും പൂഞ്ഞാർ ആ ഏരിയയിൽ ഇത് കയ്യിലുള്ളവരുണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം ഇതിൽ 27 പേരുടെ അറസ്റ്റ് നടന്നു എന്നാണ് പറഞ്ഞത്. 27 പേരുടെ അറസ്റ്റ് നടന്നതിൽ 10 പേര് കുട്ടികളാണ്, അവർ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ബാക്കി 17 പേരും 18 വയസ്സിന് മുകളിലുള്ളവരാണ്. അവിടെയും കോംപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഈ 18 വയസ്സിന് മുകളിലുള്ളവർ എങ്ങനെ വന്നു ഈ കുട്ടികളുടെ കൂട്ടത്തിൽ, +1+2 പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇനി ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം ലൈസൻസ് ഉള്ള വയസ്സിന് മൂത്ത കുട്ടികൾ എങ്ങനെ വന്ന് ഇൻവോൾവ് ആയി എന്നുള്ളത് ഇനി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നറിയില്ല. അതോ ഇനി ഇതിനകത്ത് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഈ മതം എലമെൻറ്റ് കലർന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. NIA വരണമെന്ന് വരെ ആണ് ഇവിടെ പോസ്റ്റുകൾ ഓരോന്നായിട്ട് കാണുന്നത്. ഓരോരോ പള്ളികളിൽ നിന്ന് വരുന്ന ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മളെ പൂഞ്ഞാർ സിംഹം PC ജോർജ് അണ്ണൻ അതിനിടയിൽ അങ്ങേരും വളരെ ആക്റ്റീവായിട്ട് അങ്ങേരും പോകുന്നുണ്ട്. ഇപ്പോൾ 24 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 പേരെ ഇപ്പോൾ പിടിക്കുമെന്ന് ചോദിക്കണം. 29 പ്രതികളാണ് ആകെ ഉള്ളത്. ആ 29-ൽ ഞാൻ 12 +1+2 വിദ്യാർത്ഥികളാണ്. ഇത് കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് എപ്പോഴും മനസാക്ഷി വിരുദ്ധമായിട്ട് മറ്റു മതങ്ങൾ മോശമെന്ന് പഠിപ്പിക്കുന്നത് അതിൻ്റെ കുഴപ്പമാണ്. ഈരാറ്റുമായിട്ടുള്ള ജനങ്ങളിലൊരു 5% ഇത് നടക്കുന്നു.
ഇതിങ്ങനെ പോക്കപകടം. ഇത് എന്തും ചെയ്യാവുന്ന നിലയിലേക്ക് ഇങ്ങനെ വന്നാൽ ഇത് അവിടെ പോയി നിൽക്കും എന്നുള്ള പ്രശ്നം വളരെ ശോചനീയമായ സ്ഥിതിവിശേഷമാണ്. ആദ്യം ഒരു തമാശയായിട്ട് കണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പോലീസിനെ പറ്റി ഇപ്പോൾ പരാതി പറയാൻ നമുക്കില്ല. ആ DYSP പണിയൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. പല DYSP ഉറങ്ങാതെ ഓടുകയാണെന്ന് പ്രതികളെ മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയൂടെ പിടിക്കും, ഒരു സംശയം. എന്താണെങ്കിലും മെയിൻ സ്ട്രീം ചാനലുകൾ മെയിൻ സ്ട്രീം ചാനലുകളൊന്നും അങ്ങനെ അങ്ങോട്ട് ഈ വിഷയം തൊട്ട് കണ്ടില്ല. പള്ളിയിൽ കൂട്ടമണി അടിച്ച ആളെ കൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു എന്നൊക്കെയാണ്. കൂട്ടമണി അടിക്കേണ്ടതിൻ്റെ വീഡിയോ സംഗതികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി പൂഞ്ഞാർ ഏരിയയിൽ ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒരുമാതിരി അലാം അടിച്ച പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനി കേരളം മൊത്തം ഇത് ആളിപ്പടരുമോ? എന്തുകൊണ്ട് പേരുകൾ പുറത്ത് വരുന്നില്ല? ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവരുടെ അല്ലാത്തവരുടെ പേരുകൾ പുറത്ത് വിടാമല്ലോ. ഇതിൽ തന്നെ പറയുന്നത് 19 കുട്ടികളിൽ 17 കുട്ടികളും ക്രൈസ്തവ വിശ്വാസികളാണ്. ഇനി അതിൽ തന്നെ ബാക്കി കുട്ടികളിൽ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് കുട്ടികളുടെ ഒരു ഈ പറഞ്ഞ പോലെ റീൽസ് കളിയായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അല്ല, ഇത് ഈരാറ്റുപേട്ട ആ ഭാഗത്ത് ബെൽറ്റിൽ പെട്ട എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കുറേ ആളുകളാണ്. ഇവരെ പറഞ്ഞു വിട്ടതാണ് മനഃപൂർവ്വം. പള്ളികൾക്ക് നേരെ ഇപ്പം അടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയിലെ കുരിശിൻ്റെ മുകളിൽ കയറിയിരുന്ന ഫോട്ടോ എടുത്തൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബ്രോ, അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ റെഫർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനപ്പോൾ സാജൻസ് അറിയാം, നമ്മുടെ മറുനാടൻ മലയാളിയിലെ സാജൻ സാറിൻ്റെ വീഡിയോ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇന്നാണ് ഞാൻ വീഡിയോ കണ്ടത്. ഇതിന് മുമ്പ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പൂഞ്ഞാർ സംഭവത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. അമ്പൂക്കന്മാർ ആയുധം റെഡിയാക്കി കാത്തിരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട എന്ന് വെച്ചു. പോലീസുകാർ രാവിലെ മുതൽ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രതികളുടെ പേര് പോലും പറയാൻ പാടില്ലത്രേ. ഇതാണ് നമ്മുടെ മതേതര കേരളം. സെലക്റ്റീവായി പ്രതികരിക്കാനാവൂ എന്നൊരു പോസ്റ്റ് അങ്ങേരിട്ടിരുന്നു. പക്ഷേ അങ്ങേര് ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിലും ഈ പറഞ്ഞ പോലെ ആരുടെയും പേരും കാര്യങ്ങളും പറയുന്നില്ല. മൂപ്പരറിഞ്ഞ കാര്യങ്ങൾ മൂപ്പരും പറഞ്ഞിട്ട് പോവാണ് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് പേരുകൾ പറയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇനി പേര് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നൊരു വർഗീയ ലഹള, വർഗീയ കലാപം ഉണ്ടാവാൻ എല്ലാ ചാൻസും ഉണ്ട്. പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. ഇനി അങ്ങനെയുള്ള പേരുകളുടെ ഇഷ്യൂസ് ആണോ ഇതിനകത്ത്, അതോ കുട്ടികളായതുകൊണ്ട് ആ രീതിയിൽ ഇതങ്ങനെ തീർന്നു പോട്ടെ എന്നുള്ള രീതിയിലാണോ? എന്താണെങ്കിലും ഗവൺമെൻറ് തലത്തിൽ ഇതിലൊരു ഇടപെടൽ രേഷൻ സീനായിരിക്കും. കാരണം എവിടെ തൊട്ടാലും വോട്ട് ചോരും എന്നുള്ളൊരു സംഗതി ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ചാടി കയറിയിട്ട് ഇവർ ഇൻവോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അത്യാവശ്യം പള്ളിയും പട്ടക്കാരൊക്കെ ആയിട്ട് ഒന്ന് ഒത്തുപോകണം എന്നുള്ളതുകൊണ്ട് ചാടിക്കയറി, കാരണം ഇവിടെയും തൊടാൻ പറ്റില്ല അവിടെയും തൊടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇത് അവിടെ തന്നെ തീരുകയാണെന്നുണ്ടെങ്കിൽ പണ്ടാറ് അവിടെ തന്നെ തീരട്ട പ്രശ്നങ്ങൾ വിചാരിച്ചിരിക്കുകയായിരിക്കും മേ ബി. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളൊക്കെ ഫ്യൂ സെക്കൻഡ്സ് മാത്രമാക്കിയിട്ട് ഇതിൽ കൈയഴുകി പോണൊരു അവസ്ഥയാണ് കാണുന്നത്. ഫർദറായിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അങ്ങനെ തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ അടിപൊളിയായിരിക്കും.